ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഊട്ടിയിലെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പം ഊട്ടിയിലെ ബാക്കി കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ ആദ്യം പോകുന്നത് തണ്ടർ വേൾഡിലേക്കാണ്. ഊട്ടിയിലെ മെയിൻ ടൗണിൽ നിന്ന് 1.7 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് തണ്ടർ വേൾഡ് ഉള്ളത്. ഇത് തണ്ടർ വേൾഡിന്റെ വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അവിടെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടിക്കറ്റും കോംബോ ടിക്കറ്റും ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇത് തണ്ടർ വേൾഡിനുള്ളിലെ തേർഡ് ഐ ആണ്. ഇതൊരു ക്യാമറ മ്യൂസിയം ആണ്. ആദ്യത്തെ ക്യാമറ മുതൽ പുതിയ മോഡലുള്ള ക്യാമറകളെല്ലാം തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. തേടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി കയറുന്നത് ബിഗ് ഫുഡിലേക്കാണ്. ഇത് ഡൈനോസറിന്റെ ഫോസിൽസിന്റെ കളക്ഷൻ ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണുന്നത് ഒരു ഡൈനോസർ പാർക്കാണ്. കുറേയേറെ ഡൈനോസേഴ്സിനെ അവരവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്യും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കുട്ടികളെ കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് തണ്ടർ വേൾഡ്. ഇനി നമ്മൾ കയറുന്നത് സ്നോ വേൾഡിലേക്കാണ്. ഇവിടെ കയറുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഗംബൂട്ട്സും ജാക്കറ്റ്സും എല്ലാം തന്നെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അവിടെ നമുക്ക് കുറെ നേരം സ്നോയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കുറേയേറെ ഇന്ത്യയിൽ തന്നെ കുറേ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സും ചർച്ചസും എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഇതിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് വാക്സ് പ്ലാനറ്റ്. ലോകത്തിലെ തന്നെ പ്രമുഖരായ കുറെ വ്യക്തികളെ ഇവിടെ വാക്സിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. വളരെ റിയൽ ആയിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓരോ പ്രതിമകളും ആക്കി വെച്ചിരിക്കുന്നത് വാക്സിലാണ്. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവിടെ അത് ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ പോകുന്നത് കർണാടക ഗാർഡനിലേക്കാണ്. ഊട്ടി ടൗണിൽ നിന്നും 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കർണാടക ഗാർഡൻ ഉള്ളത്. ഇവിടുത്തെ എൻട്രി ഫീസ് അഡൽറ്റിന് 30 രൂപയാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. മുപ്പത്തിയെട്ട് ഏക്കറിലാണ് ഈ കർണാടക ഗാർഡൻ ഉള്ളത്. സൈപ്രസ് പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഗാർഡനുകൾ, കുറേയേറെ ഗാർഡൻ ആണ് ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഒരു ചിക് ഡാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ധാരാളം ഫിഷ് എല്ലാം ഉണ്ട്. ഈ കാണുന്നതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ടീ പ്ലാന്റേഷൻ ആണ്. വളരെ ഉയരത്തിലാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത്. ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ കർണാടക ഗാർഡൻ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണിത്.
ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോട്ടോയിൽ എടുക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.